ഇന്ന് ഞങ്ങൾ പുള്ളിക്ക് വന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണ്, മനക്കോടി ഭാഗത്തായിട്ട് വരുന്നതാണ്. ഇവിടെ ബോട്ട് സർവീസ് ഉണ്ടെന്ന് അച്ചാച്ചൻ പറഞ്ഞു. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തുടങ്ങാറായി, അപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ കൊണ്ടുപോവാണ് അച്ചാച്ചൻ. അങ്ങനെ ഞങ്ങൾ തിരഞ്ഞെടുത്തത് കൊട്ടവഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മാമ്മയും അമ്പാടിയും കൂടിയിട്ട് ഒരു കൊട്ടവഞ്ചിയിൽ കയറി. ഒരു കൊട്ടവഞ്ചിയിൽ 4 പേർക്ക് കയറാം. അപ്പോൾ ഞങ്ങൾ 3 പേര് കേട്ടോ ആദ്യം കയറിയത്. ഞങ്ങൾ കയറിയോട് കൂടിയിട്ട് കൊട്ടവഞ്ചി വല്ലാണ്ട് ഇങ്ങനെ ചെരിഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടൻ അത് മുങ്ങോന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മുങ്ങൊന്നില്ല, നിങ്ങൾ ഇരിക്കണ പോലെ തന്നെ ഇരുന്നാൽ മതി, അനങ്ങാണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതായി ഞങ്ങൾ ഉണ്ണിക്കുട്ടന് താറ്റൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോയോണ്ട് നിൽക്കുകയാണ്. നല്ല രസമൊക്കെ ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ വഞ്ചിയുടെ ഒരു മുങ്ങോന്നുള്ളൊരു ടെൻഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ദൂരത്തേക്കാണ് കേട്ടോ പോണത്. കുറേ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരം പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാം. നല്ല രസമൊക്കെ ഉണ്ട്. സാമ്പ്രാണിക്കൂടി പോയപ്പോഴാണ് ഞാൻ ഇതുപോലെ വഞ്ചിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അത് പിന്നെ കുറച്ചും കൂടി സേഫായിരുന്നു എന്ന് തോന്നുന്നു. ഈ കൊട്ടവഞ്ചി എനിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷനായിട്ടോ. കുട്ടികളുള്ള കാരണമാണ് അത്ര ടെൻഷൻ. അമ്പാടിക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. ആൾ വലിയ പവറിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചിരിക്കാൻ പറഞ്ഞപ്പോൾ ചിരിക്കുകയൊക്കെ ചെയ്തു. അമ്മാമി ഞാനും ഇത്തിരി ഒരു പേടിയുണ്ട് മനസ്സിൽ, അങ്ങനെ ഇരിക്കുകയാണ്. ആ ചേട്ടൻ പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ചേട്ടനാണ്. അത് കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തുഴഞ്ഞ് നമ്മളെ കൊണ്ടുപോവാണ് കേട്ടോ. പിന്നെ പെഡലി ബോട്ടുണ്ട്, അത് നമ്മൾ കാല് വെച്ച് സ്വന്തമായിട്ട് തുഴഞ്ഞു പോകണം. അത് നമുക്ക് പറ്റാത്ത കാരണമാണ് നമ്മൾ ഈ കൊട്ടവഞ്ചി തന്നെ സെലക്ട് ചെയ്തത്. ഉണ്ണിക്കുട്ടൻ അവൻ്റെ അമ്മായിയുടെ കൂടെയാണ് കേട്ടോ കയറിയത്. അമ്മായിയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ണിക്കുട്ടൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പക്ഷേ പിന്നെ അവരെ കൂടെ വിടാനൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇത്തിരി വെപ്രാളവും വെകിളിത്തരമൊക്കെ കൂടുതലാണ്. പക്ഷെ ആൾ ഡീസൻ്റായിട്ട് ഇരുന്നു. വഞ്ചിയിൽ കയറി ആ വെള്ളത്തിൽ കൈയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു സന്തോഷത്തിലാണ് ആളിട്ട. ആൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്നു. പിന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമാവുകയൊക്കെ ചെയ്തു. തിരിച്ച് നമ്മൾ കരയ്ക്ക് അടുക്കുമ്പോൾ കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും വന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിൽ കയറാൻ വേണ്ടിയിട്ട്. 6:30 വരെയാണ് ഇവിടെ ഈ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് പേരാണ് സ്വന്തമായിട്ട് തുഴയണതും ചവിട്ടി പോകണമെന്നൊക്കെ ബോട്ടിൽ കയറണത്. മിക്ക ആൾക്കാരും നമ്മുടെ ഈ കൊട്ടവഞ്ചിയിൽ തന്നെയാണ് കയറാൻ പോകുന്നത്. ഇവിടുത്തെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട്. അപ്പോൾ അവിടെ ഒരു ഓലയുടെ ഇത് ഇങ്ങനെ ഞാന്ന് കിടക്കണുണ്ട് പുണ്യക്കുട്ട. പിന്നെ അതുമ്മ കയറാനായി നിൽക്കല്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വെള്ളം ദാഹം. അപ്പോൾ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കയറിയതാണ്. ഉണ്ണിക്കുട്ടനും അമ്പാടി അമ്മാമ്മയും സോഡ സർബത്താണ് കേട്ടോ പറഞ്ഞത്. അവർക്ക് സോഡ സർബത്ത് വന്നു, അത് അവർ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചാച്ചനൊരു മധുരമില്ലാത്ത ചായയാണ് കേട്ടോ പറഞ്ഞത്. നമ്മുടെ അമ്പാടിക്ക് പിന്നെ ഞാൻ ഗ്ലാസ് പിടിച്ച് കൊടുത്തു. അവൻ വലിയ ആളുടെ പോലെ സ്ട്രോ ഇട്ടിട്ട് അതിലൊക്കെ കലക്കിയൊക്കെ വലിച്ച് കുടിക്കുന്നുണ്ട്. കയ്യിൽ ഞാൻ പിടിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ ആ ഗ്ലാസ് നിലത്തിട്ട് പൊട്ടിക്കും, അതിൻ്റെ കാശ് കൊണ്ട് കൊടുക്കേണ്ടി വരും. അവൻ്റെ അത് കുടിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുന്തിരി ജ്യൂസ് എത്തി. ഞങ്ങളത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും കൂടി മേടിച്ചു. ആ മേടിച്ച കൂട്ടത്തിലുള്ള 2 മിഠായിയാണ് ഇമ്മമാരുടെ 2 പേരുടെയും കയ്യിലിരിക്കണ കിൻഡർ ജോയ്. ഇത് അമ്മാമ്മ സ്പെഷ്യലാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.